വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന ഈ ഒരു സ്റ്റോറി ഒന്ന് കേട്ട് നോക്ക്. എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നറില്ല, കാരണം ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു സ്റ്റോറിയാണ്. സോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പകുതി ഒന്ന് കേട്ട് നോക്ക്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും സ്റ്റോറിയിലേക്ക് ബോറടിപ്പിക്കാതെ കിടക്കാം. ഈ ഒരു പൂവിൻ്റെ സ്റ്റോറിയാണ് ഗൈസ് ഇത്. കുറേ പൂക്കളുടെ ഇടയ്ക്ക് ഒരു ചെറിയൊരു റോസാപ്പൂ ഉണ്ട്. നല്ല ഭംഗിയുള്ള, നല്ല ചുമന്ന കളർ ഇരിക്കുന്ന നല്ല തുടുത്തൊരു റോസാപ്പൂ. അപ്പോൾ ഈ റോസാപ്പൂവിനെ അവിടെയുള്ള ആ പൂന്തോട്ടത്തിലുള്ള എല്ലാ പൂക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പൂവിന്, നമ്മുടെ റോസാപ്പൂവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു മുല്ലപ്പൂവുണ്ട് അവിടെ. അപ്പോൾ ഈ മുല്ലപ്പൂവിന് നമ്മളെ റോസാപ്പൂവിന് ഇഷ്ടമാണ്. അപ്പോൾ അവർ രണ്ടും നല്ല കട്ടച്ചങ്കാവും. അപ്പോൾ നമ്മളെ റോസാപ്പൂവിന് ഇഷ്ടമുള്ളൊരു ജമന്തിപ്പൂവാണ്. പക്ഷെ നമ്മളെ റോസാപ്പൂവിന് ജമന്തിപ്പൂവിന് ഇഷ്ടമല്ല. അപ്പോൾ ഇഷ്ടമുള്ളത് കാരണം എന്ന് വെച്ചാൽ ഈ മുല്ലപ്പൂ പറയും ഇത് കൊള്ളത്തില്ല, ഇതിൻ്റെ കൂടെ കൂടിയാൽ നീ ചീത്തയായി പോവും എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളെ റോസാപ്പൂ ഇതൊക്കെ വിശ്വസിച്ച് ഞാൻ മിണ്ടത്തില്ല എന്ന് പറയും. അപ്പോൾ ഒരു ദിവസമാണെങ്കിൽ നമ്മളെ റോസാപ്പൂവിൻ്റെ തൊട്ടടുത്തായിട്ട് വേറൊരു റോസാപ്പൂ ഇങ്ങനെ വളർന്നു വരും. നമ്മളെ റോസാപ്പൂവിൻ്റെ ഒന്നും കുറച്ചുകൂടെ ഭംഗി കൂടി നല്ല വേറൊരു കളറിൽ, നല്ല റോസ് കളറിലൊക്കെ തുടുത്തിരിക്കുന്ന വേറൊരു റോസാപ്പൂ. അപ്പോൾ നമ്മുടെ റോസാപ്പൂവിൻ്റെ കൂടെ ഉള്ള സ്നേഹമൊക്കെ കുറഞ്ഞ് ഈ റോസാപ്പൂവിന് എല്ലാവരും നല്ല സ്നേഹമൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ മുല്ലപ്പൂ ആണെങ്കിൽ നമ്മളെ റോസാപ്പൂവിനോട് മിണ്ടാതെ ആ റോസാപ്പൂവിനോട് വേണ്ടി അവർ രണ്ടും കട്ടിച്ചങ്ങാവും. പക്ഷെ ആ സമയത്ത് നമ്മളെ ജമന്തിപ്പൂ ഉണ്ടല്ലോ, റോസാപ്പൂവിനോട് വന്ന് അത് വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ അടുത്ത് പറയും, നീ വിഷമിക്കേണ്ട, നമ്മളടുത്ത് എപ്പോഴും മിണ്ടുന്നവർ നമ്മളടുത്ത് മിണ്ടണമെന്നില്ല, ചിലപ്പം നീ അകറ്റി നിർത്തുന്നവരായിരിക്കും നിന്നോട് കൂട്ടുകൂടുന്നത് എന്ന് പറയും. ഈ കഥയിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളടുത്ത് എപ്പോഴും മിണ്ടുന്നവർ നമ്മളടുത്ത് മിണ്ടണമെന്നല്ല, ചിലപ്പോൾ നമ്മൾ മിണ്ടിക്കൊണ്ടിരിക്കുന്നവർ വേറൊരാളെ കിട്ടുമ്പോൾ അവരുടെ അടുത്തേക്ക് പോകും. ചിലപ്പോൾ നമ്മൾ അകറ്റി നിർത്തുന്നവരായിരിക്കും നമുക്ക് ആ സമയത്ത് കാണുന്നത്. കഥയുടെ ആശയം എങ്ങനെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇത് വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടേ, കഥ ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യുക.